ഹായ് ഓൾ, എഡിറ്റാനറ്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 30 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. Whose trash is it anyway? 6 years of demanding extended producers responsibility in Himalaya. അതായത് ഹിമാലയം റീജിയനിൽ പ്ലാസ്റ്റിക് വേസ്റ്റസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് ആണ് നമുക്ക് വരുന്നത്. ഇത് കുറച്ച് വർഷങ്ങളായിട്ട് 2017 തൊട്ട് തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റസ് അവിടെ ഡംപായി കിടക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഇൻക്രീസ് ചെയ്ത മൈക്രോ വേസ്റ്റസ് ഒരുപാട് കൂടുന്നു, സോളിഡ് വേസ്റ്റ് കൂടുന്നു, അങ്ങനെ കുറേ റീസെന്റ് ന്യൂസൻസ് നമുക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ഹിമാലയൻ ക്ലീനപ്പ് മൂവ്മെന്റ് 2018 സ്റ്റാർട്ട് ചെയ്തു. ഈ ഹിമാലയൻ ക്ലീനപ്പ് മൂവ്മെന്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വോളണ്ടിയേഴ്സ് വന്ന് നമ്മൾ ആനുവലായിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഇത് ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും പ്ലാസ്റ്റിക് വേസ്റ്റ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഡംപ് ആവുന്നത് ഒരുപാട് കൂടുന്നു എന്നാണ് വന്നത്. അങ്ങനെ ഈ വേസ്റ്റസ് എവിടെ നിന്ന് വരുന്നു എന്നൊരു അനാലിസിസ് നടത്തിയപ്പോൾ ടൂറിസം വഴിയുള്ള വേസ്റ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത്. സോ അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് ആളുകൾ തന്നെ എല്ലാവരും പോകുന്നവരെല്ലാവരും തന്നെ അവിടെ ക്ലീൻ ചെയ്യണം, ദയവേത് വേസ്റ്റസ് ഒന്നും ഡംപ് ചെയ്യരുത് എന്നൊരു റിക്വസ്റ്റും അവര് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ്. PM urges participation create in India challenges, say it's a huge platform. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പദ്ധതിയിൽ അദ്ദേഹം ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ക്രിയേറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ യൂത്തിനെ എയിം ചെയ്തിട്ടുള്ള ഒരു തീമാണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആണ്. എന്തിനാന്ന് പറഞ്ഞാൽ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ്സ് ആയിട്ടുള്ള ഗെയിമിങ്, ആനിമേഷൻ, റീൽസ്, ഫിലിം മേക്കിംഗ്, അങ്ങനെ എന്ത് ടാലന്റ് ഉണ്ടെങ്കിലും അവരതിനകത്ത് കുറെ ടാലന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കുള്ള ടാലന്റ് അതിനകത്ത് നമുക്ക് ഷോ ചെയ്യാൻ പറ്റും. അതുവഴി അതിനകത്തുള്ള സ്പോൺസേഴ്സ് നമുക്ക് ഇൻട്രസ്റ്റഡ് ആണ്. നമ്മുടെ ആ ടാലന്റിന് ഭയങ്കരമായിട്ടുള്ള ഒരു നർച്ചർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അവിടെ കിട്ടുന്നത്. അവരതിന് വേണ്ടിയിട്ടുള്ള നമുക്കുള്ള അതിനുള്ള ട്രെയിനിങ്സും കാര്യങ്ങളും എല്ലാം തന്നെ തരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല നമ്മുടെ ആ ഒരു ടാലന്റും ക്രിയേറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഒരു പ്രോഗ്രാം ആണ് ക്രിയേറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ന്യൂസിൽ കൂടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു മൻ കി ബാത്തിന്റെയും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെയും 10 വർഷം തികഞ്ഞു എന്നുള്ളൊരു ന്യൂസിൽ പറയുന്നുണ്ട്. സോ അപ്പൊ എന്താണ് മേക്കിംഗ് ഇന്ത്യ പദ്ധതി? 2014 മേക്കിംഗ് ഇന്ത്യ പദ്ധതി ലോഞ്ച് ആയിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ, പ്രത്യേകിച്ച് MSME, മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ മാനുഫാക്ചറിംഗ് സെക്ടേഴ്സിനാണ് മെയിൻ ആയിട്ട് എയിം ചെയ്തിരിക്കുന്നത്. അവിടുത്തെ GDP മെയിൻ എയിം എന്ന് പറയുന്നത് GDP 25% ഇൻക്രീസ് ചെയ്യുക, ഗ്രോത്ത് റേറ്റ് 12 to 14% ഒരു വർഷം ആക്കുക, ദെൻ 100 മില്യൺ അഡീഷണൽ ഇൻഡസ്ട്രിയൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മേക്കിംഗ് ഇന്ത്യയുടെ പദ്ധതി. ഇതിന്റെ ഭാഗമായിട്ടാണ് വന്ദേ ഭാരത് ട്രെയിന്, സെമികണ്ടക്ടർ ചിപ്പ് ഇൻഡസ്ട്രി, അങ്ങനെ ഒരുപാട് PLIs, പിന്നെ UPI ട്രാൻസാക്ഷൻ IDs, ഇതെല്ലാം എങ്ങനെ വന്നിരിക്കുന്നത്, എല്ലാം എന്തിന്റെ ഭാഗമായിട്ടാണ്? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. നേവി ചീഫ് ഹോൾ ടോക്സ് ഓൺ സ്ട്രാറ്റജിക് ടൈസ് വിത്ത് ഒഫീഷ്യൽ ഇൻ ഗ്രീസ്. വളരെ നല്ലൊരു ന്യൂസ് ആണ്. ഇന്ത്യയുടെ ചീഫ് ഓഫ് നേവി ആയിട്ടുള്ള അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി ഈ ഇടയ്ക്ക് ഗ്രീസ് വിസിറ്റ് ചെയ്യുകയുണ്ടായി. അവിടെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് ഹെലനിക് നാഷണൽ ഡിഫൻസിന്റെ ജനറൽ സ്റ്റാഫ് ആയിട്ടുള്ള ജനറൽ ഡിമിട്രോസ് ചൗപ്പിസിനെയാണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് ഈ ഒരു മീറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈലാറ്ററൽ മിലിറ്ററി കോപ്പറേഷൻ, അതിനൊക്കെ തന്നെ മാരിടൈമിൽ ഉണ്ടാകുന്ന ടാക്ലിംഗ് ചാലഞ്ചസിനെ എല്ലാം ഓവർകം ചെയ്യാനായിട്ട് ഇന്ത്യക്ക് ഗ്രീസിന്റെ ഹെൽപ്പ് വേണമെന്ന്, ഒരു കോപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞുള്ള ന്യൂസ് ആണ് നമുക്ക്. അല്ലെ, ആ ഒരു കാര്യത്തിനാണ് ഇവർ എന്ത് ചെയ്തത്, മീറ്റിംഗ് നടത്തിയിരുന്നത്. 92% of workers cleaning urban sewers septic tank belonging to SC/ST OBC groups fine survey. ഇതെന്ന് പറയുന്നത് പുതിയൊരു സ്കീം വന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്കീമിനെ മാറ്റിയിട്ട് SRM എന്ന സ്കീം ഉണ്ടായിരുന്നു, അതിന് പകരം റീപ്ലേസ് ചെയ്യുന്ന നമസ്തേ എന്നൊരു പ്രോജക്റ്റ് വന്നു. ആ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് 29 സ്റ്റേറ്റ്സിലും യൂണിയൻ ടെറിട്ടറീസിലെ 3000 അർബൻ ലോക്കൽ ബോഡീസിൽ വെച്ചിട്ട് ഒരു സർവേ നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ്, എന്തിനാണുള്ള സർവേ എന്ന് പറഞ്ഞാൽ സീവേഴ്സിനെയും അതുണ്ടെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ക്ലീനേഴ്സിനെയും എത്ര ഉള്ള ഒരു അവരുടെ ആ ഒരു നമ്പർ എടുത്തതാണ്. അപ്പൊ അതിൽ 68.9% SSC-കാരാണ്, ബാക്കി 14.7% OBC ആണ്, 8.3 ST ആണ്, ആൻഡ് 8% ജനറൽ കാറ്റഗറി ആണ്. ന്യൂസ് ആണ് കിട്ടിയത്. എന്തിനാണ് ഈ ഒരു പ്രോജക്ട് നടത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ മാനുവൽ സ്കാവഞ്ചിങ്ങും അതേ കണക്ക് തന്നെ സീവേഴ്സിനും സെപ്റ്റിക് ടാങ്ക് ക്ലീനേഴ്സിനും എല്ലാവർക്കും അവരുടെ ആർക്കെങ്കിലും എന്തൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വയ്യായ്മ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കുടുംബം മൊത്തത്തില് പട്ടിണിയിലായി പോകും. അല്ലെ, അവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അവരും മനുഷ്യരാണ്, അവരും ജീവിക്കാൻ വേണ്ടിയുള്ളവരാണ്. സോ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് നമസ്തേ പ്രോജക്റ്റ് എന്ന്. സോ അതുകൊണ്ടാണ് അവരുടെ ആ ഒരു ടാബ്ലേഷൻ എടുത്തിരിക്കുന്നത്.
സോ ആദ്യം ഉണ്ടായിരുന്നത് നമസ്തേ പ്രോജക്റ്റ് മുമ്പ് ഉണ്ടായിരുന്ന പ്രോജക്റ്റ് ആണ് സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം ഫോർ റീഹാബിലിറ്റേഷൻ ഓഫ് മാനുവൽ സ്കാവഞ്ചേഴ്സ് എന്നായിരുന്നു. അതിനെയാണ് ഇപ്പോൾ നമ്മൾ നമസ്തേ പ്രോജക്റ്റ് ആക്കി കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ വേസ്റ്റിനെ മാനുവൽ ആയിട്ട് ക്ലീൻ ചെയ്യുന്നതിനാണ് മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും കൂടുതൽ UP-യിലാണ്. കാരണം അവിടെ എന്ത് കൂടുതലാണ്, പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. ഇനി മാനുവൽ സ്കാവഞ്ചിങ്ങിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ലോസ് ഉണ്ട്. 1993-ലാണ് ആദ്യമുള്ള എംപ്ലോയ്മെന്റ് ഓഫ് മാനുവൽ സ്കാവഞ്ചിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഡൈ ലാട്രൈൻസ് എന്ന ആക്ട് നമുക്ക് വരുന്നത്. അതിനെ കുറച്ചുകൂടെ അമെൻഡ് ചെയ്ത് 2013 ഒരു ഇത് വന്നിട്ടുണ്ട്. 2014 അമെൻമെന്റ് നടത്തി. 2014 നടന്ന അമെൻമെന്റിലാണ് ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡെത്തോ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ 10 lakh rupee വരെ കൊടുക്കണമെന്ന് സുപ്രീം കോടതി മാൻഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമസ്തേ പ്രോജക്റ്റിനെ പറ്റി പറയാനും 2022-ലാണ് നമസ്തേ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് സ്കീമിലാണ് ഈ ഒരു പ്രോജക്റ്റ് വന്നിരിക്കുന്നത്. ദെൻ ഇതെന്ന് പറയുന്നത് സീവർ വർക്കേഴ്സിനെയും സ്കാവഞ്ചേഴ്സിനും 100% റീഹാബിലിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു എയിമിലാണ് ഈ ഒരു പ്രോജക്റ്റ് വന്നിരിക്കുന്നത്. ഡൽഹിക്ക് 32ാമത്തെ ചീഫ് ജസ്റ്റിസിനെ കിട്ടിയെന്നാണ്. അവിടുത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് മൻമോഹൻ ആണ് അവിടുത്തെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അത് അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിട്ട് അവിടെ അപ്പോയിന്റ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറായിട്ടുള്ള വിനയ് കുമാർ സക്സേന അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് അദ്ദേഹം അവിടെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള ന്യൂസാണ് വരുന്നത്. ദെൻ Delhi's IGI airport will get India's first air train by 2027. 2027 ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ എയർ ട്രെയിൻ സിസ്റ്റം ലോഞ്ച് ചെയ്യാൻ കഴിയും എന്നുള്ള ന്യൂസാണ്. ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 7.7 kilometers ആയിരിക്കും വരുന്നത്. സോ ഇതോടെ ഇന്നത്തെ ന്യൂസ് കംപ്ലീറ്റ് ആയി. അടുത്ത ദിവസത്തെ ന്യൂസ് കാണുന്നത് വരെ ബൈ.